ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ഗോൾഡ് സാരീസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. വിഷു ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തതാണ്. കാരണം നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു സാരീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നേരത്തെ കണ്ടിട്ടുള്ളവർക്ക്. ഈ ഒരു സാരി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ആണ് കളർ വരുന്നത്. അതിനകത്ത് ഇതുപോലെ ഗോൾഡൻ കളറിന്റെ ആ ഒരു പാറ്റേൺ, ഒരു പ്രിന്റുകളാണ് വരുന്നത്. കണ്ടോ, ബോഡിയിൽ വരുന്നത് ഇതുപോലെയാണ്. ഈ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു പാറ്റേൺ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ചെറിയ ചെറിയ ലൈൻസ് പോകുന്നുണ്ട്. ഇത് കണ്ടോ, അതും ആ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഇതുപോലെ, രണ്ട് സൈഡിലും സെയിം ബോർഡേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. സാരിയുടെ ബോഡി വരുന്നത് ഇതുപോലെയാണ്. ബോഡി കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ആ ലൈൻസ് പോകുന്നുണ്ട്. ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സാരി ആയിട്ട് കൊടുക്കുന്നവർക്ക് വിഷു ഒക്കെ വരുന്നു, അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾക്ക് സാരി ആയിട്ട് കൊടുക്കാം. സാരി അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് സാരി ഒന്ന് രണ്ടോ പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോങ് സ്കേർട്ട്, ഗൗണോ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാരണം നല്ല ഇതിന്റെ ബ്ലൗസ് പീസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് പീസ് നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടൊക്കെ അങ്ങനെ എന്തിനൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുണ്ട്. അതാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേഞ്ചും വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെ മുന്താണി വരുന്നത് ഇതുപോലെയാണ്. ഒരു സിക്സാഗിന്റെ പാറ്റേൺ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി കൊടുക്കുന്നത്. ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുണ്ടോ, ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ലോങ് സ്കേർട്ട് ആയിട്ട് നമുക്ക് മറ്റേ ഈ പോർഷൻ ഇങ്ങനെ സ്കേർട്ട് ആയിട്ടൊക്കെ എടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കാം. പിള്ളേർക്കാണെങ്കിലും ഫ്രോക്ക് തയ്ക്കാനോ ഒക്കെ പറ്റുന്നതാണ്. ഇതാണ് നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 570 രൂപയാണ്. 570 ആണ് പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ പാറ്റേൺ കളർ എല്ലാം ഇത് തന്നെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോന്ന് വേഗം നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നതാണ് ബോഡി ഷെയ്ഡിൽ ഇതുപോലെ, ബോഡി വരുന്നത് ഇതുപോലെയാണ്. ഒരു സ്റ്റാറിന്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ബോഡി വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ബോർഡേഴ്സ് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ്. രണ്ട് സൈഡിലും സെയിം ബോർഡർ തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. എല്ലാം നല്ല റിച്ച് ആയിട്ട് നല്ല വേറെ ചെയ്ത് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട്, ഇതിന്റെ ബ്ലൗസ് ആണെങ്കിൽ നല്ല അടിപൊളി ബ്ലൗസ് ആണ് കേട്ടോ. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ഒക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ്. ഇതിനകത്ത് നമുക്ക് ഫുള്ളി മുഴുവനും ഇതുപോലെ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. നമുക്ക് സെറ്റ് സാരീസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ബോർഡേഴ്സ് സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് സെയിം ആണ്. എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്രൈസ് വരുന്നത് 570 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ബോഡി വരുന്നത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കോൺട്രാസ്റ്റ് ഒക്കെ ഇടുന്നതിന് ഈ ബോർഡറിൽ ചെറിയൊരു ലേസ്, വേറൊരു കോൺട്രാസ്റ്റ് കളറിൽ ചെറിയൊരു ലേസോ അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുക്കുവാണെങ്കിലും, എന്നിട്ട് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ ആ ഒരു സെയിം കളറിൽ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ ഇതിന്റെ സാരിയുടെ ലുക്ക് തന്നെ മാറും. നമുക്ക് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പ്രൈസ് സെയിം ആണ്. 570 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് അതിന്റെ പാറ്റേൺ കൊടുക്കുന്നത്. കുഞ്ഞൊരു ഫ്ലവേഴ്സിന്റെ പാറ്റേൺ ആണ് വരുന്നത്. ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ ഓൾ ഓവർ പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ടാണ് മുന്താണി. ബ്ലൗസ് പീസ് ആണെങ്കിലും ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ്. ഇതിനകത്ത് ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ആണ് പോകുന്നത്. ആ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേണും ഓൾ ഓവർ വരുന്നുണ്ട്. ബോർഡർ വരുന്നതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. മുന്താണി വരുന്നത് വളരെ ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ എല്ലാം ഒരു വൈറ്റ് ഗോൾഡിന്റെ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ബോർഡർ വരുന്നത് സെയിം തന്നെയാണ്. മുന്താണി വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നതും ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ. പ്രൈസ് 570 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. എല്ലാ സാരീസിലും ആ ഒരു ഗോൾഡൻ കളർ തന്നെ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ പോകുന്നുണ്ട്. ബോർഡേഴ്സ് രണ്ട് സൈഡിലും സെയിം തന്നെയാണ് വരുന്നത്. ഇതും മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള മുന്താണി തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ഒരു ഗോൾഡൻ ആണ് ബ്ലൗസ് പീസ് കൊടുക്കുന്നത്. ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 570 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം.
അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.